എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സദ്യയിലൊക്കെ കാണുന്ന ചെറുപയർ പരിപ്പ് പായസത്തിന്റെ റെസിപ്പിയാണെന്ന്. ഇതിനായിട്ട് 1/2 കിലോ ചെറുപയർ പരിപ്പ് ഏകദേശം ഒരു 2 കപ്പോളം വരും. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ചൂടാക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 6 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു 3 വിസിലാവുമ്പോൾ നമുക്ക് ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോരുത്തരുടെ കുക്കറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണത്തിന് വ്യത്യാസം വരും. ഈ സമയം നമ്മുടെ മധുരത്തിനനുസരിച്ച് 1/2 കിലോ ടു 3/4 കിലോ ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. 2 മുറി തേങ്ങയും നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. 3 വിസിൽ വന്നപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നമ്മൾ വേവാനായിട്ട് വെക്കുമ്പോൾ 6 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇതിന് കുറവ് വെള്ളം നമ്മൾ വെച്ച് എന്തായാലും അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ടോട്ടൽ നമ്മൾ 2 മുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. ഇതിൽ 2.5 കപ്പ് രണ്ടാം പാൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നേരത്തെ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. രണ്ടാം പാല് ഇപ്പോൾ ഒഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പരിപ്പ് വേവിക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരമായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് സിമ്മിലാക്കിയിട്ട് 1-ാം പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കൂടെ തന്നെ ചുക്കും ഏലക്കായും പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകവും ഇതിൻ്റെ ഒപ്പം പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.